എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓണം സ്പെഷ്യൽ നല്ല ക്രിസ്പി ആയിട്ട് അതുപോലെ നല്ല ടേസ്റ്റിൽ ചെയ്തിട്ട് എടുക്കാൻ പറ്റിയൊരു ശർക്കര വരട്ടിയാണ് കേട്ടോ. ശർക്കര വരട്ടി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ശർക്കര വരട്ടി റെഡിയാക്കാൻ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നല്ല മൂത്ത പാകമായിട്ടുള്ള കായാണ് കേട്ടോ. നല്ല മൂത്ത കാ തന്നെ നോക്കി വേണം ശർക്കര വരട്ടിക്ക് എടുക്കാനായിട്ട്. അത് 1 കിലോ ആണ് കേട്ടോ കറക്റ്റ് അളവിൽ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ഏറെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയൊന്ന് മാറ്റി വെക്കുക. ഇനി ഓരോ കായും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ട് നമുക്ക് ആ ഒരു തൊലി ഒന്ന് പൊളിച്ചിട്ടെടുക്കാം. നല്ല മൂത്ത കായ ആയതുകൊണ്ട് തന്നെ ഇത് കണ്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് ആ ഒരു തൊലി പൊളിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു കായ ഇതുപോലെ തൊലി പൊളിച്ചതിന് ശേഷം വെറുതെ അങ്ങ് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു കായ അങ്ങ് കറുത്തു പോകും കേട്ടോ. ഇങ്ങനെ ഓരോ കായും പൊളിച്ച് ഈ ഒരു വെള്ളത്തിലേക്ക് തന്നെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വെള്ളത്തിലിടുകയാണെങ്കിൽ ആ ഒരു കാ കറുക്കത്തില്ല. തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഓരോ കായും ഇതുപോലെ എടുത്തിട്ട് ആ ഒരു വെള്ളം ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാൻ നടക്കുമെന്ന്. എന്നിട്ട് ആ ഒരു ശർക്കര വരട്ടിക്ക് വേണ്ട കനത്തിൽ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഒരുപാടങ്ങ് കട്ടി കൂടി പോകരുത്. ചെറിയൊരു കട്ടിക്ക് വേണം നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കട്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ എത്ര കട്ടി വേണം എന്നുള്ളത്. ഒരുപാട് കട്ടിക്ക് നമ്മളിത് അരിഞ്ഞിട്ടെടുത്താൽ ഈ ഒരു കാ നമുക്ക് മൂത്ത് കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് കണ്ടില്ലേ, ഈ ഒരു കനം മതി കേട്ടോ. ഇതിലും ഒരുപാട് കട്ടി കൂടി പോകരുത്, കാ മൂത്ത് കിട്ടില്ല. നമ്മൾ ഈ ഒരു കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു ഏത്തക്കായ അപ്പം തന്നെ നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. കായെല്ലാം തന്നെ നമ്മൾ ഇതുപോലെ ഒരു വെള്ളത്തിൽ അരിഞ്ഞിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഈ ഒരു വെള്ളത്തിലിട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. ഒരു കായയുടെ ഒരു കറ കളഞ്ഞ് ആ ഒരു വെള്ളം തെളിഞ്ഞ് വരുന്നിടം വരെ നമ്മളൊന്ന് കഴുകി എടുക്കണം. അപ്പോൾ ഒരു കറ പോകുന്നിടം വരെ കായ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതുപോലെ ഒരു അരിപ്പയിലൂടെ ഊറ്റി അതിൻ്റെ ഒരു വെള്ളം ഫുള്ളായിട്ട് കളയാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതിൻ്റെ ലാസ്റ്റ് മുകളിൽ തൂകാൻ വേണ്ടിയിട്ട് ഒരു പൊടി റെഡിയാക്കണം. അതിനായിട്ട് ഒരു 1/4 കപ്പ് അളവിൽ മട്ടേരി ഇതുപോലെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു അരി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഞാൻ അരി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മട്ടേരി തന്നെ വേണമെന്നില്ല, നമ്മൾ ചോറ് വെക്കുന്ന ഏത് അരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നന്നായി വറുത്ത അരി നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് 6 ഏലക്കായ, 1/4 ടീസ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ അളവിൽ ചുക്കുപൊടിയും, 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ചട്ടിയിൽ ഞാൻ കുറച്ച് ഏറെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശർക്കര വരട്ടിയൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഈ ഒരു കായ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഒരു കായ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ആ ഒരു കായ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് ആ ഒരു കായെല്ലാം ഒന്ന് വേർപെട്ട് വരുന്ന സമയത്ത് അപ്പോൾ തന്നെ നമ്മൾ തീ നല്ല പോലെ തന്നെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഈ ഒരു കായ നമുക്ക് നന്നായിട്ട് മൂത്ത് കിട്ടണമെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. കൂട്ടിയിട്ട് നമ്മൾ ഈ ഒരു കായ മൂപ്പിച്ചിട്ടെടുക്കാൻ നോക്കിയാൽ കായയുടെ ഒരു കളറ് മാത്രമേ മാറത്തുള്ളൂ, കായ നമുക്ക് മൂത്ത് കിട്ടത്തില്ല. അപ്പോൾ തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്ത് ഈ ഒരു കായ മൂത്ത് വരാൻ കുറച്ചധികം സമയം തന്നെ എടുക്കും. കായ മൂത്ത് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ശർക്കര വരട്ടിയും റെഡിയായി കിട്ടത്തുള്ളൂ. അപ്പോൾ തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ ഈ ഒരു കായ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ ഈ ഒരു കളറായിട്ട് നമ്മുടെ ഒരു കായ അങ്ങ് മൂത്ത് വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ കറക്റ്റ് എനിക്ക് തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്ത് കറക്റ്റ് ഈ ഒരു കളറൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഈ ഒരു കായ നന്നായിട്ട് മൂത്ത് കിട്ടിയത് കേട്ടോ. ഇതുപോലെ കായ മൂത്ത് വന്നാൽ നമുക്ക് ഈ ഒരു എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റാം. ഞാനിത് 2 തവണയായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. ബാക്കി കായം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം. ആദ്യം ആ ഒരു കായൊന്ന് വേർപെട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കായ മൂപ്പിച്ചിട്ടെടുക്കുക. കായ എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് 200 ഗ്രാം അളവിൽ നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊരു ശർക്കര ഒന്ന് ഉരുക്കിയിട്ടെടുക്കാം കേട്ടോ. ശർക്കര ഇവിടെ നന്നായിട്ട് ഞാനൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഏത് പാത്രത്തിലാണ് ഈ ഒരു ശർക്കര വരട്ടി നമ്മൾ വരട്ടിയെടുക്കുന്നത് ആ ഒരു പാത്രം എടുക്കുക. അത്യാവശ്യം നല്ല വീതിയുള്ളൊരു പാത്രം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ ഒരു പൊടിയൊക്കെ ചേർത്ത് നന്നായി ഇതൊന്ന് വരട്ടിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ശർക്കര ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ശർക്കരപ്പാനി നമുക്ക് ചെറുതായിട്ടൊന്ന് തിക്കാക്കി എടുക്കണം. ആ ഒരു കറക്റ്റ് പരുവം ഞാൻ കാണിച്ചു തരാം.
ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ ഇതുപോലെ കുറച്ച് ശർക്കരപ്പാനി എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കണം. അതാണ് ഈ ഒരു ശർക്കരപ്പാനിയുടെ കറക്റ്റ് ഒരു പാകം. ഈ ഒരു കറക്റ്റ് പാകത്തിന് നമ്മൾ ശർക്കരപ്പാനി റെഡിയാക്കി എടുത്താൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കായ എല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കായ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം അപ്പം തന്നെ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ ഇനി ഇതിലേക്ക് ഒരു പൊടി അപ്പം തന്നെ വെതറിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പൊടി ഇതിലേക്ക് മുഴുവനായിട്ട് വെതറിയിട്ട് കൊടുക്കുകയും ചെയ്യരുത്. ഒരു 3 തവണയായിട്ട് വേണം നമ്മൾ ഇതുപോലെ പൊടി വെതറി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഇതുപോലെ കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. വീണ്ടും കുറച്ചും കൂടി പൊടിയിട്ട് കൊടുക്കുക. ലാസ്റ്റ് ആ ഒരു ബാക്കിയുള്ള പൊടി മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതെല്ലാം ഒരു കറക്റ്റ് ഒരു ടൈമിൽ നമ്മൾ ചെയ്യണം കേട്ടോ. കറക്റ്റ് ടൈമിൽ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ശർക്കര വരട്ടി റെഡിയാക്കാവുന്നതാണ്. തീ കുറച്ച് വെച്ച് കൊടുത്ത് കായ നന്നായിട്ട് മൂത്ത് കിട്ടണം. പിന്നെ ഒരു ശർക്കരപ്പാനിയുടെ ഒരു പാകവും കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഒരു ശർക്കര വരട്ടി ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതിന് കുറച്ച് സമയം നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഇത് കട്ടിയായി കിട്ടും കേട്ടോ. നല്ല കട്ടിയായിട്ട് കിട്ടും നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇത് കണ്ടില്ല, ഞാനിത് നിങ്ങളൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ശർക്കര വരട്ടി. ഞാൻ അവർ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നല്ല അടിപൊളിയായിട്ട് നമ്മൾ കടകളിൽ നിന്നൊന്നും വാങ്ങിക്കാതെ ശർക്കര വരട്ടി ഇതുപോലെ വീട്ടിൽ റെഡിയാക്കാവുന്നതാണ്. ഓണത്തിന് നിങ്ങൾ ശർക്കര വരട്ടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതുവരെയായിട്ടും നിങ്ങൾക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കിയിട്ട് റെഡിയായി കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.